ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെന്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം രുദ്രാക്ഷ മഹാത്മ്യം. പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാർ ധരിക്കേണ്ട രുദ്രാക്ഷം ഏതാണ് എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ്. നമ്മൾക്കറിയാം, മുൻ എപ്പിസോഡിൽ രുദ്രാക്ഷം എങ്ങനെ ശുദ്ധിയാക്കണം എന്നൊക്കെ ഞാൻ പറയേണ്ടായി. എന്നാലും ഒന്നുകൂടെ പറയാം. രുദ്രാക്ഷം കടുകെണ്ണയിൽ 3 ദിവസം ഇട്ട് വയ്ക്കണം. അതിനുശേഷം അതെടുത്ത് കഴുകി വൃത്തിയാക്കി കുറച്ച് നെയ്യെടുത്ത് പുരട്ടി അതിനുശേഷം അല്പം കുങ്കുമം കൂട്ടി തിരുമ്പി ജപിക്കുക. നമഃശിവായ എന്ന മന്ത്രം ആയ ഒരു ജപിക്കുക. ആയ ഒരു എന്ന് പറഞ്ഞാൽ 8 ഗുണിതങ്ങൾ വരുന്ന രീതിയിൽ ജപിക്കുക, അല്ലെങ്കിൽ 108 ജപിക്കുക. എന്നിട്ട് വീണ്ടും ധരിക്കുക. സ്ത്രീകളാണെങ്കിൽ പീരീഡ് കഴിഞ്ഞ് വരുന്ന ആ 3 ദിവസങ്ങളിൽ കടുകെണ്ണയിലിട്ട് വച്ച് ശുദ്ധിയാവുമ്പോൾ എടുത്ത് ഈ പറഞ്ഞ പോലെ വീണ്ടും പുതിയ ചരട് ഉപയോഗിച്ച് ധരിക്കുക. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ധരിക്കാവുന്ന അശുദ്ധിയില്ലാത്ത ഒരു വസ്തുവാണ് രുദ്രാക്ഷം. പിന്നെ എന്തിനാണ് മാസം തോറും ഈ കടുകെണ്ണയിൽ ഇട്ട് വയ്ക്കുന്നത് എന്ന് വെച്ചാൽ, ഈ കടുകെണ്ണ വീണ്ടും വീണ്ടും നമ്മൾക്ക് റീയൂസ് ചെയ്യാം. എന്തിനു ഇട്ട് വയ്ക്കുന്നത്? ഇതിൻ്റെ ഉള്ളിലെ വിത്ത് നാശം വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ രുദ്രാക്ഷം ധരിക്കുന്നവർ അതിൻ്റെ ആ സിസ്റ്റമാറ്റിക് അനുവർത്തിക്കണം. അതായത് കടുകെണ്ണയിൽ ഇട്ട് വയ്ക്കണം. പിന്നെ എപ്പോഴൊക്കെ ധരിക്കാം എന്നുള്ള സംശയങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ധരിക്കാം. ഇതിന് ഒരു നിബന്ധനകളില്ല. ചിലർ ചോദിക്കും, മത്സ്യമാംസാദികളൊക്കെ കഴിക്കുമ്പോൾ ധരിക്കാമോ? ചിലർ ഋതുവാകുമ്പോൾ ധരിക്കാൻ പാടോ എന്നൊക്കെ ചോദിക്കേണ്ടായി. ഇതിന് അശുദ്ധി ബാധിക്കാത്ത ഒരു വസ്തുവാണ് രുദ്രാക്ഷം. പിന്നെ എന്തുകൊണ്ട് സ്ത്രീകൾ മാസത്തിൽ ഇത് ശുദ്ധി ചെയ്യണമെന്ന് പറഞ്ഞാൽ, സ്ത്രീ പുരുഷന്മാരായിക്കോട്ടെ എല്ലാ മാസത്തിലും എടുത്ത് ഒന്ന് ശുദ്ധിയാക്കുന്ന പ്രക്രിയ പറയുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ ആ ഋതുവായിരിക്കുന്ന കാലത്ത് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു എന്ന് മാത്രം. ദേവി മഹാത്മ്യത്തിലേക്ക് രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് ഏതൊരു വ്യക്തിയും നടക്കാവൂ എന്ന് പോലും പറയണ്ടായി. എല്ലാ മേഖലകളിലുള്ളവരും എന്ത് തൊഴിൽ ചെയ്താലും ഒന്നും അതിനൊരു വിഷയമില്ല. എല്ലാവരും അവരവരുടെ നാളിനൊത്തുള്ള രുദ്രാക്ഷം ധരിക്കാൻ പറയുന്നുണ്ട്. ഇനി രുദ്രാക്ഷം എവിടെ കിട്ടും, നല്ല രുദ്രാക്ഷം എവിടെ കിട്ടും എന്നുള്ള ചോദ്യം 1-2 പേര് ചോദിക്കേണ്ടായി. എൻ്റെ അറിവിൽ നമ്മൾ ഗുരുവായൂർ വടക്കേ നടയിൽ നാരായണീയം സ്റ്റോഴ്സിൽ നല്ല ഒറിജിനൽ രുദ്രാക്ഷം വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള വലിയ പൂജാ സ്റ്റോഴ്സ് അങ്ങനെയുള്ള കടകളിലും വാങ്ങാൻ കിട്ടും. ഓൺലൈനിലൊക്കെ വാങ്ങിച്ചാൽ അത് അത്രയും നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചിലർ സർട്ടിഫിക്കറ്റോട് കൂടി കൊടുക്കുന്നു എന്നൊക്കെ പറയാം. അതും അത്രയൊന്നും നമ്മൾക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. വലിയ പൈസ പറയുകയും ചെയ്യും, നമുക്ക് നല്ലൊരു മെറ്റൽ കിട്ടൂല. അപ്പോൾ
നമ്മൾ ദിവസം ചെയ്യേണ്ടുന്ന ഒരു ക്രിയ ഭസ്മം ധരിക്കണം. സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, കൊച്ചുകുട്ടികളായിക്കോട്ടെ, കുളി കഴിഞ്ഞാൽ കുറി വരയ്ക്കണം എന്നുള്ള സിസ്റ്റം, അത് ഭസ്മം തന്നെ ധരിക്കണം. ഞാൻ ഭസ്മമാകുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് ഭസ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് എപ്പോഴും ഈശ്വരനോടുള്ള ഒരു ഭക്തി വരുന്നതിന് വേണ്ടി കൂടിയാണ് ഓം നമഃ ശിവായ ഞാൻ ഭസ്മമാകുന്നു എന്ന് ചുടലഭസ്മങ്ങളൊക്കെയാണ് ശ്രീ മഹാദേവൻ ധരിക്കുക എന്ന് പറയുന്നത്. അത്രയും വിശിഷ്ടമായതാണ് ഭസ്മം. ഭസ്മത്തിന് അശുദ്ധിയില്ല. ഭസ്മത്തെ കണ്ടു കഴിഞ്ഞാൽ ഭൂതപ്രേതാദികളൊക്കെ ഓടി ഒളിക്കും എന്ന് പറയണം. ബുദ്ധമതക്കാർക്ക് നിഷിദ്ധമാണ് ഭസ്മം. അപ്പോൾ നമ്മളുടെ വിശുദ്ധമായിട്ടുള്ള ഭാരത സംസ്കാരത്തിലെ അതിൻ്റെ പൈതൃകത്തെ മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും ആചാര്യന്മാരായി മാറി ഭാരതത്തെ വിശ്വോത്തര ഗുരുവായി നമ്മൾ ഓരോരുത്തരും കണക്കാക്കി ജീവിച്ചാൽ തീർച്ചയായും നമ്മുടെ രാജ്യം പരമോന്നത വൈഭവത്തിലെത്തും. അതേപോലെ തന്നെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാർ 7 മുഖ രുദ്രാക്ഷം ധരിക്കണം. ഈ 7 മുഖ രുദ്രാക്ഷം അതിൻ്റെ ഭക്തിയോടുകൂടി നിങ്ങൾ ധരിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. ഒരാൾക്ക് ചിലർ പറയും കല്ല് ധരിച്ചാൽ, ചിലർ പറയും രുദ്രാക്ഷം ധരിച്ചാൽ എന്നൊക്കെ പറയും. പക്ഷേ ഈ ജാതകത്തിൻ്റെ അപ്പുറത്ത് കാണാൻ പറ്റാത്ത ഒരുപാട് ശക്തികൾ ഉണ്ട്. അപ്പോൾ ആ രുദ്രാക്ഷം ധരിച്ച് എൻ്റെ കയ്യിലൊക്കെ 20 മുഖമുള്ള രുദ്രാക്ഷം അത് വന്ന് പെടുക ചെയ്തത്. അപ്പോൾ അതിനുശേഷമൊക്കെ എനിക്ക് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഏതാണോ നമ്മളുടെ മാറ്റത്തിന് ഗുണം ചെയ്യുന്നത് അത് നമ്മൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ ആ ഉപാസനാമൂർത്തി നമ്മൾക്കത് എത്തിച്ചു തരും. ഞാൻ മുൻ എപ്പിസോഡിലൊക്കെ 18 പ്രദക്ഷിണം ഗുരുവായൂർ ചെയ്യാൻ പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യൂ, മിറാക്കിൾ സംഭവിക്കും, ഒരു സംശയം വേണ്ട. ഗുരുവായൂരപ്പനെ എന്നും നിങ്ങൾ ഉള്ളിൽ കയറി പോകുമ്പോഴൊക്കെ തൊഴുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ആ 18 പ്രദക്ഷിണം കൂടി ചെയ്തു നോക്കൂ. ഒരു മാസം തികയണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ മിറാക്കിൾ സംഭവിക്കും, അത്ഭുതം സംഭവിക്കും. കടം വന്നിട്ടുള്ളവരാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സോഴ്സ് വന്നു വരും. എൻ്റെ ഓരോ എപ്പിസോഡിലെ ഓരോ ദിനചര്യകളും നിങ്ങൾ ആചരിച്ചു നോക്കൂ, നിങ്ങൾക്ക് ജീവിതം മാറി മറിയും. അതിൽ മുറ്റത്ത് ലക്ഷ്മി തുളസി വെച്ച് നെയ്വിളക്ക് കത്തിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് കത്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് മാറ്റം വരും. അപ്പോൾ ഈ ഇന്നത്തെ എപ്പിസോഡിൽ 7 മുഖ രുദ്രാക്ഷം ഈ അനുരഞ്ജന നക്ഷത്രക്കാർ ധരിച്ചാൽ നിങ്ങൾക്ക് ഐശ്വര്യപൂർത്തി വന്നു ഭവിക്കും. എല്ലാ ഭക്തരെയും എല്ലാ ദൈവവിശ്വാസികളെയും കുടുംബ പരദേവതയായിരിക്കുന്ന കുടുംബമഹാഭദ്രകാളി അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത്തരം കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് വിലപ്പെട്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.